കർണാടക ധർമ്മസ്ഥലയിൽ ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിയുമ്പോൾ നിർണായകമായത് 2012 കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി സൗജന്യയുടെ കുടുംബത്തിന്റെ പോരാട്ടം. സ്കൂൾ വിട്ടുവരികയായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് എത്തിച്ചത്. വലിയ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നീതി ലഭിക്കണമെന്ന ആവശ്യവും ഒരമ്മയുടെ നിശ്ചയദാർഢ്യവും ഇപ്പോൾ ഫലം കാണുകയാണ്. 2012 ഒക്ടോബർ 9 വൈകുന്നേരം 4:15 കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതായിരുന്നു സൗജന്യ. പതിവ് സമയം കഴിഞ്ഞിട്ടും മകളെ കാണാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തി. പിറ്റേ ദിവസം കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമായ വനപ്രദേശമായ മനസംഗയിൽ നിന്ന് അവളുടെ മൃതദേഹം കണ്ടെടുത്തു. നഗ്നമായ ശരീരത്തിൽ കൂട്ടബലാത്സംഗത്തിന്റെയും പീഡനത്തിന്റെയും അക്രമാസക്തമായ കൊലപാതകത്തിന്റെയും ലക്ഷണങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മുഖത്തും തലയോട്ടിയിലും ഗുരുതര പരിക്കുകളും ഏറ്റിരുന്നു. ನನ್ನ ಮಗಳು ಯಾರ ಮನೆಗೆ ಹೋಗೋಲ್ಲ. ಕಾಲೇಜ್ ಬಿಟ್ಟರೆ ಮನೆ ಬಿಟ್ಟರೆ ಕಾಲೇಜ್ ಅಷ್ಟೇ ಇತ್ತು ಮಗಳದು. ಯಾರು ಕೂಡ ನಾವು ನೋಡಿಲ್ಲ ಬಂದಿಲ್ಲ ಅಂತ ಎಲ್ಲರೂ ಕೂಡ ಉತ್ತರ ಕೊಟ್ಟರು ನಮಗೆ. ಅನಂತರ ನಾವು ಹುಡುಕಾಡ್ಲಿಕ್ಕೆ ಎಲ್ರಿಗೂ ಫೋನ್ ಮಾಡಿ ಹುಡುಕಾಡಿದ್ವಿ, ಇಡೀ ಕಾಡು ಹುಡುಕಾಡಿದ್ವಿ. ಧರ್ಮಸ್ಥಳಕ್ಕೆ ಕೂಡ ನಾವು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಹೋಗಿದ್ವಿ. ಅಲ್ಲೂ ಕೂಡ ನಾವು ಅವರಿಂದ ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ವಿ. ಕಂಪ್ಲೇಂಟ್ ಕೊಡುವಾಗ ಇವತ್ತು ತೆಗಿಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ, ನಾಳೆ ಬನ್ನಿ ಅಂತ ಅಲ್ಲಿಂದ ಕಳಿಸಿದ್ರು. മൃതദേഹം കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ ധർമ്മസ്ഥല ഓട്ടോ ഗ്യാങ്ങിലുള്ള 5 പേരടങ്ങുന്ന സംഘം മാനസിക അസ്വാസ്ഥ്യമുള്ള തീർത്ഥാടകനെ പിടിച്ചുകൊണ്ടുവന്ന് കൊലപാതക കുറ്റം ചുമത്തി പോലീസിലേൽപ്പിച്ചു. ഏറെ നാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഇയാളെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി പിന്നീട് വെറുതെ വിടുകയാണ് ഉണ്ടായത്. എന്നാൽ അതേ 5 പേർ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികളെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാടെ അവഗണിച്ചു. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ സ്രവത്തിന്റെ സാമ്പിൾ 9 ദിവസത്തേക്ക് സമർപ്പിച്ചില്ല. ലാബിലെത്തിച്ചപ്പോൾ അതിൽ ഫംഗസ് ബാധിച്ച് ഉപയോഗശൂന്യമായിരുന്നു. പെൺകുട്ടിയെ ഒന്നിലധികം പേർ ബലാത്സംഗം ചെയ്ത് കൊന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ആ വരി അന്വേഷണത്തിൽ ഒരിക്കലും പിന്തുടർന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ മനഃപൂർവ്വം നശിപ്പിച്ചതായും ആരോപണമുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് അനൗദ്യോഗിക അന്വേഷണങ്ങളും നടന്നു. ഇതിൽ സൗജന്യായിരുന്നില്ല, അവളുടെ സഹപാഠിയായിരുന്ന വർഷയായിരുന്നു യഥാർത്ഥ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി. അവൾക്ക് സൗജന്യവുമായി സാമ്യമുണ്ടായിരുന്നു. വർഷയുടെ അച്ഛന് ധർമ്മസ്ഥല ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശക്തരായ വ്യക്തികളുമായി ഭൂമി തർക്കമുണ്ടായിരുന്നു. പെൺകുട്ടിയെ മാറി തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. സത്യത്തിൽ സൗജന്യ വധക്കേസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് നീചകന്മാർക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.